നമ്പ്യാപുരത്ത് 2ാം നമ്പർ ബൂത്തിൽ നടന്ന കള്ളവോട്ട് വിവാദത്തിന് പിന്നാലെ സംഘർഷം വീണ്ടും ശക്തമായി. വ്യക്തമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ജിൻസനെ ജാമ്യത്തിൽ വിട്ടയച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷന് മുൻപിൽ ഉപരോധ സമരം നടത്തി. കള്ളവോട്ട് ചെയ്തവന്റെ പേരിൽ നടപടിയെടുക്കുക. കള്ളവോട്ട് ചെയ്തവന്റെ പേരിൽ നടപടിയെടുക്കുക. കൊച്ചി നഗരസഭ 63ാം ഡിവിഷൻ 2ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് ചെയ്ത ജിൻസൺ എന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസറുടെയും പരാതിയെ തുടർന്ന് പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും രാത്രിയോടുകൂടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നടപടി അറിഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടി. ആരായിക്കോട്ടെ, ഏതു സമയത്തും കള്ളവോട്ട് ചെയ്യാൻ തുനിയുന്നവരും കള്ളവോട്ട് ചേർക്കുന്നവരും ആ വോട്ട് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ട ആളുകളെ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് കള്ളവോട്ട് ചെയ്യാനായിട്ട് ഓരോ ബൂത്തിലേക്കും പറഞ്ഞേക്കുന്നതാണ് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ. ഓരോ സമയത്തും അവർ ചുരിദാർ ഉടുത്തു വരുന്നു, സാരി മാറി വരുന്നു, അതുപോലെ തന്നെ മീശ വടിച്ചു വരുന്നു, വീണ്ടും വരുന്നു കള്ളവോട്ട് പല ഭാഗങ്ങളിലും ചെയ്യാനായിട്ട്. മീശയുള്ളവൻ മീശ വടിച്ചു വരും, ചുരിദാർ ഉടുക്കുന്നത് ചുരിദാർ മാറ്റി വരും. അങ്ങനെ പല രീതിയിലും തട്ടിപ്പിലൂടെ പല രീതിയിലാണ് അവർ കള്ളവോട്ടിനായി വരുന്നത്. ഞാനൊരു കാര്യം പറയുകയാണ്, മത്സരമായി തന്നെ കാണണം, അല്ലാതെ കള്ളത്തരത്തിലൂടെ ജയിച്ചു വരേണ്ടതല്ല. ഒരു മത്സരം, ഒരു വിജയം എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി ഉപരോധം രേഖപ്പെടുത്തി. തുടർന്ന് ജിൻസനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. ജനാധിപത്യത്തെ സംവിധാനത്തെ തകർക്കാനായിട്ടുള്ള ഈ കള്ളവോട്ട് സംവിധാനം അത് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജനാധിപത്യ രീതി അട്ടിമറിക്കുന്ന ഈ രീതി ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് തന്നെ UDFും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFും ശക്തമായ രീതിയിൽ തന്നെ നിയമപരിപാടികളുമായിട്ട് മുന്നോട്ട് വരും. എന്നാൽ ജിൻസനെ രാത്രി വൈകി വെളുപ്പിന് 2 മണിയോടുകൂടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുമെന്ന് KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം അറിയിച്ചു. അതൊന്നും പറ്റിയൊന്നുമില്ല, അതൊന്നും പറ്റില്ല. കള്ളവോട്ട് ചെയ്ത് അകത്തിരിച്ചിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാൻ പോകുന്ന സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നുള്ളവരെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നിങ്ങളെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. നാളെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.